അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ
വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവനെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട് കർത്താവെ. അവരെല്ലാം സന്ധിക്കണമേ, പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. 4:7 വായിച്ച്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ അറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ്. ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം, വസ്തു വിൽക്കണം, മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത്. ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല. ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് ഒരു സങ്കീർത്തനം എന്താ പറയുന്നത്? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ. അപ്പോൾ ധാന്യവും സമർത്ഥമാണ്, വീഞ്ഞും സമർത്ഥമാണ്. അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവെ എന്താ പറഞ്ഞത്? വായിച്ചതെന്ന്? ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ്. അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടറ് വരുമ്പോൾ, തോൽവി വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തനെ ഒരു കേസ് വന്നു. അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ്. കച്ചവടക്കാരുടെ കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടറ് വന്നു. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ആകപ്പാടെ ഇത് പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ലോർഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാനൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല. അപ്പോൾ ആ ഒരു വിഷയത്തിന് അനപേക്ഷിതമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് കൊടുത്തതാണ്. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ ഞാനോർത്ത് ആൾ അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആ കേസ് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ അതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. പറഞ്ഞത്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ തോന്നിയാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് മനസ്സിലായിരുന്നു, നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മുന്നേറുമ്പോൾ നിനക്കും ഇത് അവകാശമാകും. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോബിറ്റ ജോയ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 21 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ, 6 നിയോഗങ്ങൾ ഞാൻ എഴുതി ഇവിടെ സമർപ്പിച്ചിരുന്നു. എനിക്ക് ആദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ, എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കയ്യിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു. കഠിനമായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒരു കൈക്ക് ജോലി ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിരുന്നു, പെയിൻ കില്ലറൊക്കെ തന്നിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം മാതാവ് അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ആ മുഴയുടെ വേദന മാറി. അപ്പോൾ ആ വേദന മാറിയപ്പോൾ തന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മറക്കും. കുറച്ച് ദിവസങ്ങൾ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അമ്മയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ ആ മുഴ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ മുഴ അവിടെ ഇല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മുഴയോ ചെറിയ ഒരു തടിപ്പ് പോലും ഇല്ല. അതെനിക്ക് ആദ്യം ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നീട് ഉടമ്പടി ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് ചെറിയൊരു കൊതുക് കടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ആണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതും മാറിക്കിട്ടി. അതിനുശേഷം ഉടമ്പടി പുതുക്കിയത് 2022 ഒക്ടോബർ 1-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന് 1.25 ആയപ്പോഴേക്കും എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോൾ മാതാവിൻ്റെ സാഹചര്യം അറിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൻ്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടായിരുന്നു. അവിടെ ആ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ജോലി എനിക്ക് ശരിയാക്കി ആ ജോലിക്ക് പോകാനുള്ള എല്ലാ സഹായവും എനിക്ക് മാതാവ് ചെയ്തു തന്നു. അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിണറുണ്ട്, പക്ഷേ വേനലൊക്കെ ആകുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വീണ്ടും പല പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു നോക്കി, കുഴൽ കിണർ കുഴിച്ചു, അപ്പോഴൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. പിന്നീട് ആ സമയമായപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഉപ്പ് അമ്മ കിണറ്റിലിട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞങ്ങൾ കിണറ്റിലിട്ടു. ആ കിണറ്റിൽ ഇപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ വറ്റാതെ നല്ല വെള്ളമുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ആ പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ്. CT സ്കാനിൽ ഞാനിത് 2024 ഏപ്രിൽ 7-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു. ഹസ്ബൻഡ് അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വേറൊരാൾ ഫോൺ എടുത്ത് അറിയിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു. മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ CT സ്കാനിന് കയറ്റിയിരിക്കുക. ഇറക്കി കൊണ്ട് വന്ന വഴിയെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ICUലാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓടിപ്പോയി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആൾക്ക് ഒരനക്കവും ഇല്ല. അപ്പോൾ വേഗം ICUലാക്കി. 1-2 ദിവസങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആളുടെ ഒരു കൈ, വലത് കൈ മാത്രം എന്തെന്നില്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം. വേറൊരു ചലനങ്ങളോ കണ്ണിനൊരു ചലനമോ ഒന്നും കാണുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് 3-ാം ദിവസമായപ്പം എന്നോട് ആങ്ങളെയാണ് അവിടെ ICUവിൽ അടുത്ത് പുറത്ത് നിന്നിരുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ICUവിൽ കയറി കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ചെല്ലും. അപ്പോൾ ആങ്ങളെ പറഞ്ഞു, ഇന്ന് വരണ്ട, ആൾക്ക് ചെറിയ പനിയുണ്ട്, പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിനെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം, പിന്നെ എനിക്ക് പിടി വിട്ടു പോകും എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല. തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത്, ഞാനിത് കാണുമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളയോട് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ ആദ്യമൊന്നും
കൂട്ടാക്കുന്നില്ല. ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ചു തരുമോ, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് ചേട്ടായിക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. നെയ്ബേഴ്സിനെ കൂടെ കൂട്ടി എന്നെ ഇവിടെ വിട്ടത്. അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക, എൻ്റെ കയ്യിൽ തരുന്നില്ല. ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച്. അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു, ഞാൻ കയറി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ CT സ്കാനിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ, എന്താ ദൈവമേ കാണുന്നത്. ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന്. എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടാണ് എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. അതേ അവസ്ഥയാണല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് ഇവിടെ വരാറ്. അപ്പം ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ, അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്നറിയാൻ. അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല, ഇത്രയും ദിവസത്തെ പോലെ തന്നെയാണ് എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം, നല്ല മാറ്റമുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല, മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാൻ എന്നും ICUവിൽ കയറി കാണുമ്പോൾ ആളുടെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. മൊബൈലിലായാലും അവരവിടെ റെക്കോർഡ് ചെയ്തത് നമ്മൾ കൊടുത്താൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. കണ്ണ് തുറന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. 2 ആഴ്ചയ്ക്ക് ഓളം വെൻറ്റിലേറ്ററിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു കണ്ണ് തുറന്നത്. ഇടത് സൈഡിലാണ് തലയ്ക്ക് ഇടിച്ചത്. അപ്പോൾ ഇടത് കണ്ണ് അപ്പോഴും തുറന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പോയി അന്ന് നേരെ വൈകുന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് എന്തായാലും ചേട്ടൻ്റെ അടുത്തൊന്ന് കയറണം, എന്നെ സമ്മതിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉള്ളിൽ കയറി കരയരുത്, എങ്കിൽ മാത്രം കയറ്റാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കരയാതിരിക്കില്ല എന്ന്. എന്നാലും ഞാൻ പോയി എനിക്ക് ഈ കാശുരൂപവും തൈലം അവിടെ എത്തിക്കണം. അപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറുമ്പോൾ തൈലം കയ്യിൽ കൊണ്ടുപോകും. നഴ്സുമാർ കാണാതെ പ്രാർത്ഥിച്ച് വേഗം നെറ്റിയിലൊക്കെ വരച്ചിട്ട് പോരുവാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നേഴ്സ് ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൈലവും കാശുരൂപമായിട്ട് അന്ന് വൈകുന്നേരം ആളുടെ അടുത്ത് കയറി. ഞാൻ തൈലം പുരട്ടുന്നത് നഴ്സ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു കൃപാസനത്തിലെ എണ്ണയാണോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ചേച്ചി അത് അവിടെ വെച്ചേരെ, ഞങ്ങൾ ഇടയ്ക്ക് പുരട്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനതപ്പോൾ അവിടെ വെച്ചു. കാശുരൂപം ഡ്രസ്സിൽ കുത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു ക്ലീനിങ്ങിനൊക്കെ ഉള്ളൊരു ഡ്രസ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം, അതുകൊണ്ട് ബെഡിൽ കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞാൽ ആ നേഴ്സ് തന്നെ അത് ആളുടെ തലയുടെ അടുത്തായിട്ട് ബെഡിൽ കുത്തി വെച്ചു. അന്ന് തൊട്ട് എന്നും അവരും ആ തൈലം പുരട്ടും. ഞാൻ കയറുമ്പോഴും തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. ആ കാശുരൂപവും തൈലവും ICUവിൽ 1 മാസം ആളുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം ICUവിൽ നിന്ന് പുറത്തിറക്കിയത്. ആ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഈ തൈലവും ആ കാശുരൂപവും ഇന്നും കൂടെയുണ്ട്. അപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ വലിയ വിഷമത്തിലായിരുന്നു, ഇനി ഇങ്ങനൊരു വരവുണ്ടാവുമോ എന്ന്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ആളെ കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണേന്ന്. അതിനമ്മ അനുവദിച്ചു. എനിക്ക് അതിലും വലിയ ഒരു അനുഗ്രഹം ഈ ജീവിതത്തിൽ കിട്ടാനില്ല. പിന്നീട് ആ സമയത്തൊന്നും എൻ്റെ ജോലി ലഭിച്ചെങ്കിലും അപ്പോയിൻമെൻറ്റ് പാസ്സായിരുന്നില്ല. എയ്ഡഡ് സ്കൂളാണ്. പക്ഷേ പുതുക്കലിന് ശേഷം ആ സമയത്ത് പുതുക്കി. അതിനുശേഷം എത്രയും വേഗം അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു.
പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി എന്നാണ്. എയ്ഡഡ് സ്കൂളിലാണെങ്കിലും PSC എക്സാമൊക്കെ എഴുതാറുണ്ട്. PSC നിയമനം ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതും സഫലമാകാൻ പോവാണ്. എനിക്ക് PSCയിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ സാഹചര്യത്തിനൊത്ത് അമ്മ സാധിച്ചു തരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടും, നമ്മൾ നിയോഗം ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് സാധിച്ചു തരൂ എന്നുള്ളൊരിത്. പക്ഷേ നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി അതിലേക്ക് എത്താനായിട്ടുള്ള ഓരോ മാർഗവും മാതാവ് സുഗമമാക്കി തീർത്ത് നമ്മളെ എല്ലാം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുക ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ടൗണിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. സഹപ്രവർത്തകർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ പത്രം വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ തോന്നുമായിരുന്നു. പിന്നീട് ഒരു മടിയില്ലാതെ ഞാൻ ടൗണിൻ്റെ കോതമംഗലത്തൊക്കെ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഞാൻ നടന്ന് വെയിലത്താണേലും ഞാൻ പോകും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ത്യാഗം സഹിച്ചോളാം, എനിക്ക് അമ്മ നന്മ തന്നാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. ഒരുപാട് പേര് പുച്ഛ മനോഭാവത്തോടെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആദ്യമൊക്കെ നമുക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇതിൻ്റെ പേരിൽ ഒരാൾ പുച്ഛിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടിയാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വരം ലഭിച്ചു. ഹസ്ബൻഡാണെങ്കിലും ഇപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാറായില്ലേ, സന്ധ്യ ആയാൽ ചോദിക്കും, പ്രാർത്ഥിക്കാറായില്ലേ. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. കുമ്പസാരമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഓരോ കുട്ടികളും പല കുറവുകളുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാറില്ല, പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ചുറ്റുമുള്ളവരിലും ആവശ്യമെന്ന് തോന്നുന്നവരെ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പോഴും ഞാനൊരാൾ കുടുംബം നോക്കുമ്പം എനിക്ക് തികയാതെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ പങ്കുവയ്ക്കണം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ മുതലേ അത് കാണാറുണ്ട്. അപ്പം എനിക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനും അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി, നമുക്കില്ലാതെ വരുമ്പം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം അയച്ചു തരുന്നത്. ഇപ്പോഴും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ദൈവം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം, നമ്മളിൽ നന്മയുണ്ടാവുക, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ കഴിവിനൊത്ത് മറ്റുള്ളവരെ സഹായിക്കുക. അതിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:5. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, ജോബിറ്റ ജോയി മൂവാറ്റുപുഴ പറയുന്ന സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി എന്നും അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ. എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ഒരു വലിയ അപകടം, അതിൽ നിന്ന് അയാളെ രക്ഷിക്കണേ. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾക്ക് അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുക. കരയുന്ന കണ്ണുനീര് കാണുമ്പോൾ അലിയുന്ന അമ്മയാണ് കൃപാസനാൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ ജീവനുള്ള അമ്മയാണ്. അമ്മയോടൊന്നും പറയേണ്ട കാര്യമില്ല. ആ മോള് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു, അത് ഞാനൊന്നും അമ്മയോട് പറഞ്ഞില്ല, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, അമ്മ അതെടുത്ത് മാറ്റിക്കൊടുത്തു. ഒന്നും പറഞ്ഞില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അമ്മയ്ക്കറിയാം, ജീവനുള്ള അമ്മയാ, സഞ്ചാരി അമ്മയാ. അയ്യോ, നിയോഗത്തിൽ അത് വെച്ചില്ലല്ലോ, അത് വെക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ആരും വിഷമിക്കരുത്. അമ്മയോട് പറഞ്ഞാൽ മതി. ഇതാണ് സഞ്ചാരി അമ്മ. ഈ അമ്മ ഈ മോൾക്ക് കൊടുത്തത് പറയാത്ത കാര്യങ്ങൾ പോലുമാണ്. അവൾ ചെയ്ത പ്രവർത്തികളാണ്. ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ
ഇരട്ടി പ്രവൃത്തി ജീവിതമാണ്. ഇവർക്ക് നൽകിയ ഈ വൻ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് എലിഷ്ബ അമ്മു ഫിലിപ്പ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 40 വയസ്സാണ്. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്. കുമരകം ആറ്റാമംഗലം സെയിൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചേർച്ചാണ് മാതൃ ഇടവക. ഞാൻ 2019 ജൂണിലാണ് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ കുഹാസ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ MS ഓർത്തോപെഡിക്സ് PG ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പോൾ ആണ് എൻ്റെ റിസൾട്ട് വന്നതിനെ പറ്റിയുള്ളതാണ് പ്രധാനമായിട്ടുള്ള സാക്ഷ്യം. എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എഴുതുമ്പോൾ നമുക്കറിയാം അത് എത്ര ഏകദേശം മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പാസിംഗ് സ്കോറിലേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ അപ്ഡേഷൻ വന്നു. പക്ഷെ എനിക്കത് നോക്കാൻ അത്രയ്ക്കൊരു മനസ്സുറപ്പ് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വചനം എടുത്ത് നോക്കി, ഇപ്പോൾ ഇത് നോക്കണോ, പ്രാർത്ഥിച്ചിട്ട് നോക്കണോ, അതോ ഇവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കണോ എന്ന്. കൃപാസനത്തിൽ വന്ന് എന്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്നുള്ളൂ റിസൾട്ടെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇശയ 22:22, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു, അവൻ കെട്ടുന്നത് വേറെ ആർക്കും അഴിക്കാൻ സാധിക്കില്ല, അവൻ അഴിക്കുന്നത് വേറെ ആർക്കും പൂട്ടുവാനും സാധിക്കില്ല എന്നുള്ള. അപ്പോൾ എനിക്കത് പുരോഹിതനെ പറ്റി എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിൽ കിട്ടിയ ബോധ്യം. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രെയർ മേടിച്ചിട്ടേ തുറക്കുന്നുള്ളൂ എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഈ വ്യാഴാഴ്ച അച്ഛനില്ല, അതുകൊണ്ട് ഇന്നിവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിയതിന് ശേഷം ഇത് അച്ഛനെ കൊണ്ട് വാഴ്ത്തിയതിന് ശേഷം മാത്രം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഹാൾ ടിക്കറ്റ്. അപ്പോൾ അച്ഛനോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഒന്നുകൂടെ അത് നോക്കിയിട്ട്, നേരത്തെ ഇങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഏതൊരു പോസിറ്റീവായിട്ടാണോ അച്ഛനോട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലത് പാസ്സാവാനുള്ള മാർക്ക് കിട്ടാനുള്ളതില്ല. അച്ഛൻ പിന്നെ അത് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇരുന്ന് ഞാനിവിടെ ആൾത്താരയിൽ അമ്മയുടെ മുന്നിൽ വെച്ചാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അമ്മ അത് പരിഹരിച്ചു വേണം, ബാക്കിയുള്ള ഇതിലും അമ്മയുടെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കാൻ ഉറച്ചിരിക്കുന്നതെന്നുള്ള ആ വാഗ്ദാനത്തിൽ എൻ്റെ ഭാഗം ഒന്നുകൂടെ ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് മുന്നിൽ ഈശോയുടെ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി മനസ്സുകൊണ്ട് പുതുക്കിയതിന് ശേഷമാണ് റിസൾട്ട് നോക്കിയത്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് പാസ് മാർക്ക് കിട്ടി എന്നുള്ള. പാസ് മാർക്കല്ല, ഞാനത് ഏറ്റവും ഭയപ്പെട്ടിരുന്ന വിഷയത്തിനാണ് മാർക്ക് എനിക്ക് ഈസി എന്ന് വിചാരിച്ചിട്ടുള്ളതിനേക്കാളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇത് വന്നപ്പോൾ ഇവിടെ ഇപ്പം ഒരാൾ മാത്രമേ, ഞങ്ങൾ മെറ്റേണിറ്റിയിൽ പോയവരായിട്ട് 3 പേരൊക്കെ ആയിരുന്നു ആകെ ഞങ്ങളുടെ ബാച്ചിൽ പിന്നെ എക്സാം എഴുതാനുണ്ടായിരുന്നത്. ഇത്രയല്ല. അപ്പോൾ എനിക്കതിപ്പം മെയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ജാനുവരിയിൽ എക്സാം എഴുതാനുള്ള അറ്റൻഡൻസ് ഇല്ലായിരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് ജാനുവരിയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമായി. അപ്പോൾ എക്സാം സെൻറ്റർ എന്ത് ചെയ്തെന്നാൽ അവിടെ കിട്ടത്തില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് നിന്ന് KMCT കോഴിക്കോട് എന്നുള്ള ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അവിടുന്ന് ഒരു 25 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഞാൻ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുവാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെയോ വൈകുന്നേരമോ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഇടവക ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ കഴിവതും യാത്ര ചെയ്യത്തുള്ളൂ. അപ്പം അത് അവിടുന്ന് ഈ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ ഒരിക്കലും കിട്ടില്ല ഞങ്ങളുടെ കോളേജിൽ നിന്ന് വരെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ സെൻറ്റർ കോളേജിൽ തന്നെ കിട്ടി. അപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് കുർബാനയിൽ എക്സാമിന് കയറാമെന്നുള്ള വന്നു. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഹാളിൻ്റെ വാതിക്കലപ്പോഴും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് അവിടെ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടതിന് ശേഷം മാത്രമാണ് കയറിയത്. ആദ്യം അപ്പോൾ എക്സാമിനുള്ള നമുക്ക് നമ്മുടെ കാശ് രൂപ ഒന്നും കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ PG എഴുതിയ സമയം മുതലുള്ളതിനാണ്. അപ്പോൾ ഞാനിതിന് നമുക്ക് എക്സാമിന് ഇതിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ സ്റ്റുഡിയോയിൽ എടുക്കാൻ പോകുമ്പോൾ കാശ് രൂപയുള്ള ലോക്കറ്റ് ഞാൻ അങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കില്ല, അല്ലാത്ത കാശ് രൂപ ഇടത്തുള്ളൂ. ബ്ലസ് ചെയ്ത് കിട്ടിയ ഉടമ്പടി കാശ് രൂപ ഞാൻ അങ്ങനെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നടക്കാറില്ല. അപ്പോൾ അത് ഞാൻ കഴുത്തിലേക്ക് മാലയിൽ കൊളുത്തിയിട്ട് കഴുത്തിലേക്ക് ചേർത്ത്
ചേർത്ത് ലോക്കറ്റ് പോലെ കാണുന്ന രീതിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഫോട്ടോയിൽ ആ കാശ് രൂപ ഉണ്ട്. അത് ഞാൻ വിചാരിച്ചത് കാശ് രൂപ ഇനി എക്സാമിന് കയറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് കയറ്റുന്ന ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റിൽ അമ്മയുടെ പ്രസൻസ് ഉണ്ട്. എനിക്കത് ആ ഒരു ഉറപ്പിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ എക്സാംസിന് ഫുള്ളും എഴുതിയത്. കാര്യം എനിക്ക് 40 വയസ്സുണ്ട്, 15-10 വയസ്സെങ്കിലും താഴെയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എനിക്ക് അവരുടെ ഒപ്പം പഠിച്ചെത്താനോ ഒന്നിനും എല്ലാ കാര്യത്തിലും പുറകിലാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ കർത്താവ് മാത്രമാണ് എൻ്റെ പേരിൽ, ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് മാത്രമാണ് ഓരോ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സാമിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഓരോന്നിനും വന്നിട്ടുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നുള്ളൊരു, ഞാൻ നായ്ക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം മാറണം എന്ന് പറയാൻ പ്രിൻസിപ്പാളും തുടർന്നുള്ള ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും വിളിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള അറിയില്ല. സംസാരിച്ചതിൻ്റെയൊക്കെ കഴിയുമ്പോൾ എല്ലാത്തിലും അവിടെ നിൽക്കാം എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട്. വേറെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇത് ഉടമ്പടിയിലായതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ളൊരു കൃപയായിട്ട് എനിക്ക്. നേരത്തെ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് അവരോട് ദേഷ്യമോ വൈരാഗ്യമൊക്കെ തോന്നും. പക്ഷേ ഈ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിട്ട് ഇവർക്ക് വേണ്ടി സമാധാനത്തോടെ സന്തോഷത്തോടെയും പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഗ്രേസ്, അത് കർത്താവ് ഉടമ്പടിയിൽ അമ്മ വഴി നേടിത്തന്നെന്നുള്ളത് മാത്രമേ എനിക്ക് നമ്മളെപ്പറ്റി നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അവിടുന്ന് അവരങ്ങ് മാറി എന്നുള്ള ഇതുപോലെയുള്ളത് വന്നത്. അപ്പോൾ ഞങ്ങൾ യാക്കോബക്കാർക്ക് ഇങ്ങനെ ഈ ഇതൊന്നുമില്ല, നമ്മൾ വെന്തിങ്ങ അല്ലെങ്കിൽ ഈ ഉത്തരീയം ധരിക്കുന്ന ഇതില്ല. പക്ഷെ അത് ഞാൻ ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിന് പുറത്ത് ധരിച്ചതാണ്. അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയാണ് പൊതിഞ്ഞൊടിച്ച് നിർത്തുന്ന പോലെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നേരത്തെ ഉള്ളൊരു കാര്യം കൂടെ പ്രധാനമായിട്ടുള്ളത് പറയുന്നതെന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ ഇത് വന്നപ്പോൾ ഞാനിവിടെ എഴുതണം, ഇവിടെ കയറണം എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. അത് 10-15-12 വർഷത്തെ ഗ്യാപ്പാണ് കിടക്കുന്നത്. അപ്പോൾ വെറുതെ എക്സാം എഴുതിയാണ്, പക്ഷെ അതിനും കയറണം എന്നൊന്നുള്ളൊരു ഇതില്ല. അങ്ങോട്ടും ഒരു ചാഞ്ചാട്ടാണ് US-ലെത്തിൻ്റെ തന്നെ തുടരണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ 2009 പാസ്സായത്. അപ്പോൾ 2021 എക്സാം വെറുതെ ഏതായാലും വീട്ടിൽ നിൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ എഴുതി. ഞാൻ ഇതിനകത്ത് വലിയൊരു സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, PGക്കുള്ള നീറ്റ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 21 അവസാനം അമ്മ എൻ്റെ ഹാൾ ടിക്കറ്റും കൊണ്ട്, പരീക്ഷ സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ എപ്പോഴും കഴിഞ്ഞാണ്, ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് 2022 അച്ഛനെ ഏപ്രിലിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാനിപ്പോഴും അച്ഛനോടൊരു അച്ഛൻ എനിക്ക് ഇവിടെ പഠിക്കണോ തുറന്ന് US പഠിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുകൊണ്ട് ആൾക്കാരെ പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ ഒറ്റ സെൻറ്റൻസാണ് പറഞ്ഞത്, അമ്മ ഇവൾക്ക് ഇവിടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യം അമ്മ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ച് വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാലിക്കറ്റിലത്തെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പോൾ അവിടെ ഒരു കോർട്ടിലൊരു കേസിൻ്റെ ഉള്ളതുകൊണ്ട് അതാണോ എന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് KMCT മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ MS ഓർത്തോയുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്, വന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒറ്റയടിക്കാൻ പെട്ടെന്ന് പറഞ്ഞത് ഇല്ല എന്നാണ്, കാര്യം ഇവിടുത്തെ ആണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെളിപാട് 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആ അധ്യായത്തിലുള്ള 3.5 വർഷം അവൾക്ക് താമസിക്കാൻ ഭൂമി ഞാനൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ഇതമ്മ ഒരുക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം തുടർ നടപടികളിലേക്ക് പോയി. ഇപ്പോൾ പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്ങും ബാക്കി പുതുക്കലും കഴിഞ്ഞിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാനൊന്നും നോക്കിയില്ല, ഇവിടെ വന്നു ഇതിന് ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ പറഞ്ഞത്. പക്ഷേ എനിക്കറിയാൻ മനസ്സിലറിയായിരുന്നു ആ ഡേറ്റ് നീട്ടിവെക്കും. പിന്നെ ബാങ്കിലേക്ക് പോയി ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഗോൾഡ് ലോണൊക്കെ വെക്കാൻ വേണ്ടി, അപ്പോഴും ഇപ്പോൾ പോകുന്നില്ല, ഇതൊക്കെ റെഡിയായിട്ട്. അപ്പം മനസ്സിലൊരു ഉറപ്പാണ് അമ്മ ഇരുന്നിട്ടാ ഇത് നീ എല്ലാം റെഡിയാക്കുമ്പോഴേ ഉള്ളൂ അവിടുത്തെ ലാസ്റ്റ് ഡേറ്റും യൂണിവേഴ്സിറ്റിയുടേത് ആകത്തുള്ളൂ. അങ്ങനെ വന്നു, അവിടെ ജോയിൻ ചെയ്തു. ഒത്തിരി പ്രശ്നങ്ങളുടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രസൻറ്റേഷന് കുറച്ചെങ്കിലും ഞാനൊരു മനസ്സൊരുക്കത്തോടെ ആണെങ്കിൽ ഞാൻ എനിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് പോകും. അപ്പോൾ അമ്മയോട് ഞാൻ പറയും അമ്മ ഇവിടെ വന്ന് നിൽക്കണം. അപ്പോൾ പറയുമ്പോഴും പേടിയാണ്, എന്നാ പറയുന്നതെന്ന് പോലും എനിക്കൊരു അറിയത്തില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക് പ്രസൻറ്റേഷന് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പോലത്തെയുള്ള അതിൻ്റെ അല്ല, അത് പറയുന്നത് എന്താണെന്ന് എനിക്ക് വലിയൊരു ബോധമില്ലാതെ നിൽക്കുന്ന സമയത്തിൽ HOD അന്നുണ്ടായിരുന്ന ഉമർ പറൽ സാർ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ സാറ് പതിഞ്ഞു വെച്ചാൽ സംസാരിക്കും. അപ്പോൾ സാറ് എല്ലാം പറഞ്ഞു വെരി ഗുഡ് എന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഞാനത് എനിക്ക് തന്നെ എന്നറിയില്ല. പക്ഷേ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയിട്ടപ്പോൾ അങ്ങനെ സാറ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള
ഇത് ഉണ്ടായിട്ടുണ്ട് പ്രസൻറ്റേഷൻസ്. പിന്നെ ടോട്ടലി എനിക്കറിയത്തില്ല എന്നുള്ള രീതി എനിക്ക് ലാസ്റ്റാണ് മനസ്സിലാവും. ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന ടോപ്പിക്ക് പോലും വേറെയാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയും കൂട്ടി പോയി നിന്നിട്ടുള്ളപ്പോൾ ആരും അതിനെപ്പറ്റി ഈ പറയുന്നത്, ഞാൻ പറയുന്ന വേറെ ടോപ്പിക്കാണ്, വേറെ കാര്യമാണ്, പക്ഷെ അവരാരും അതിനെപ്പറ്റി ഒന്നും പറയാതെ എല്ലാവരും തലയാട്ടി കേട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ സമയത്ത് സാറിക്ക് ചോദിച്ചിട്ടുള്ളപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് അവർ യെസ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആൻസർ എൻ്റെ വായിൽ നിന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറയുന്ന പോലെ എന്തോ ഇതിങ്ങനെ പറഞ്ഞു. ഞാൻ തന്നെ ഇത് ഓരോ ഭാഗം പറയും, ഇതെന്താ ഞാൻ ഈ പറയുന്നത്, അതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. ആ ഒരു അങ്ങനെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ ഇതൊരു നിന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം ആ ഒരു പ്രസൻസ് തോന്നിയിട്ടുണ്ട്. ഇട്ടിട്ട് പോരണം എന്നുള്ള രീതി ഒത്തിരി പ്രശ്നങ്ങൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി തളർന്നിട്ടുള്ളപ്പോഴത്തേക്കിനും എല്ലാം സുഗന്ധാഭിഷേകം അത് ഇവിടുത്തെ അമ്മയുടെ എന്നുള്ള ഒരു ഇതുപോലെ ആ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഒരു മുല്ലയുടെ ഒരു കാട് ഒന്നിച്ച് പൂത്ത് നിൽക്കുന്ന പോലെ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം ഭയങ്കര അസ്വസ്ഥപ്പെട്ടിരുന്നിട്ട് ഒരു ഈസ്റ്ററിന് ഞങ്ങൾക്ക് കുരിശ് മുത്തുന്ന ഇതുണ്ട് ഉയർപ്പിന്. അപ്പോൾ കുന്തിരിക്കത്തിലാണ് ഈശോയെ അടക്കം ചെയ്യുന്നത്. അത് തുറക്കുമ്പോൾ കുന്തിരിക്കത്തിലാണേ വരത്തുള്ളൂ, നമ്മൾ മുത്തുവാണ് മാക്സിമം. പക്ഷേ എനിക്ക് അവിടെ ഇങ്ങനെ മുത്തിയൊരു അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വർഷത്തിൽ ഉടമ്പടിയിലായിരുന്നപ്പോൾ നല്ല ശക്തമായ കുടമുല്ലപ്പൂവിൻ്റെ മണമാണ് വന്നിട്ടുള്ളത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനേകം സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ രോഗികളുടെ ഒക്കെ പോലും അടുത്ത്. അതിപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ വളർത്തു മൃഗങ്ങളുടേത് മരിച്ചു പോകുന്നൊക്കെ ഉള്ള പോലെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള പോലത്തെ ഒത്തിരി ഉണ്ട്. ഏത് തടസ്സങ്ങളുള്ളപ്പോഴൊന്നും മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് അവിടെ കയറുമ്പോഴത്തേക്കിനും അമ്മയാണ് അവിടെ വന്ന് കൂടെ നിൽക്കുന്നത്. അതായത് ഫയൽ അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടിട്ട് പോയാലും മറ്റേ അമ്മയുടെ കയ്യിലിരിക്കുന്ന പോലത്തെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മിഷണറി അങ്ങനത്തെ ഒരു പ്രവർത്തനം പ്രധാനമായിട്ട് ആദ്യമെങ്കിൽ പത്രത്തിൻ്റെ കോട്ടയത്തായിരുന്ന സമയത്തൊക്കെ ഇത് എന്തിനാണെന്നൊക്കെയുള്ള രീതി ഉടമ്പടിയുടെ തുടക്ക സമയത്ത്. അപ്പം വേറെ ആൾക്കാരിൽ നിന്ന് നോക്കിയിട്ട് ഒത്തിരി ഒരു നെഗറ്റീവ് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഉറപ്പാണോ എന്നുള്ള അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോട്ടയത്ത് ഇവിടെ ആൾക്കാർ റിസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരിയും പത്രം കിട്ടാറുണ്ട്, ഇതുമായിട്ട് ഒത്തിരി അടുത്തിട്ടുള്ളതായതുകൊണ്ട്. പക്ഷേ അപ്പോൾ എനിക്കിതൊന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു തുറവ് കിട്ടണം. മെഡിക്കൽ കോളേജിലൊന്നും അന്ന് ആരും വാങ്ങിക്കില്ല, അതവിടെ വെറുതെ ഇരിക്കലേ ഉള്ളൂ. അപ്പം ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കുക, മെഡിക്കൽ കോളേജ് പറ്റില്ല, ബസ് സ്റ്റേഷൻ, റെയിൽവേയിലെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ പുറകിൽ ആൾക്കാർ വരും. അപ്പോഴാണ് എനിക്ക് കോഴിക്കോടെന്ന് പറഞ്ഞൊരിത് തുറന്നു കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വെൽക്കമിങ് ആണ്. അപ്പം അറിയാമല്ലോ, ഒത്തിരി എനിക്ക് പത്രം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് പിടിച്ചു വാങ്ങിയാണ്. പോലീസുകാരും ഒക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്ന് പറയുന്നത് അത്ര ഈസി ആവുന്നതിലൊരു കാര്യമില്ലല്ലോ നമുക്ക്. അതായത് അറിയത്തില്ലാത്തവരുടെയും കൂടെ അടുത്തല്ലേ, വേറെ മതസ്ഥർ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മിഷണറീസിൻ്റെ എത്ര ബുദ്ധിമുട്ടാണെന്നൊരു അതൊന്ന് മനസ്സിലാകണം എന്നുള്ളൊരു ഇതിൻ്റെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ അറിയത്തില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇതിൽ. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ അവിടെ ഒത്തിരി ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള സഹോദരങ്ങൾ വരുമല്ലോ ജോലിക്കായിട്ടും പലപ്പോഴും ഞങ്ങളവിടെ ഒത്തിരി പേരെ കാണാറുണ്ട്. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് പത്രക്കെട്ടുകൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും വാങ്ങുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കിനും ഈ മിഷണറി പ്രവർത്തനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അമ്മ ഇവിടെ കൂടെ വരും. അതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ പ്രാർത്ഥനയൊന്നും വെക്കത്തില്ല, ഇതിൽ എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഈവൻ എനിക്ക് ഇങ്ങനെ ഇത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അവരുടെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ റിസീവ് ചെയ്യില്ല, ചിലർക്ക് ഇതെന്താണെന്നുള്ള അറിയില്ല. എനിക്ക് ഹിന്ദിയിലൊന്നും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ വിമുഖതയോടെയുള്ളതാണെങ്കിലും വാങ്ങിക്കും. അപ്പം ഞാൻ മനസ്സ് ഇത്രയും മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഇത് ഈശോയെ അറിയാൻ വേണ്ടി ഉതകുന്നതാകണേ എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നോർത്ത് ഇന്ത്യയിലും, അതായത് ഇവിടെ നമുക്ക് കേരളത്തിലെ മണ്ണ് പോലെ അല്ലല്ലോ, അതിലുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നല്ല തോമസ് ലിയ മുതലൊക്കെയുള്ള മിഷണറീസിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് എനിക്ക് കരിവരുടെ ഇടയിൽ അറിയുന്നില്ലാത്തവരുടെ ഇടയിൽ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനുള്ളതാണ്. കാരുണ്യ പ്രവർത്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എല്ലാ മനുഷ്യരും ഒത്തിരി സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവിടെ മനുഷ്യർക്ക് അധികം ഒരു ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതൊരു ആ സ്ഥലത്തിലെ ആ ആൾക്കാരുടെ മേന്മയായിരിക്കും, നല്ല മനസ്സുള്ളവരാണ് ചെയ്യുന്ന. അവിടെയുള്ള മനുഷ്യർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരെ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതലും സ്ട്രേ ഡോഗ്സിനാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്നാലും ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയോടെ മാത്രമാണ് കൊടുക്കുന്നത്. തുടർന്നും ഉടമ്പടി തന്നെ ജീവിക്കാനുള്ളതാണ്. അത് തീരുമാനവും ആഗ്രഹവും അതിന് കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, എക്സാമിന് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കുറച്ച് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നിപ്പിലെന്ന് പറയുമ്പോൾ അത്ര എടുക്കാൻ കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നൊരു തുക സ്വരുക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്.
അതെങ്ങനെ, പക്ഷേ എനിക്കെന്നാന്ന് വെച്ചാൽ എക്സാം സെൻറ്റർ മാറ്റിയെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ ആണെങ്കിലും മാത്രമേ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ്. പക്ഷേ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, പക്ഷേ എഗ്രി ചെയ്തു. അപ്പോൾ ഈ ഷെയ 45 ആ വചനം ഉണ്ടല്ലോ, നമ്മൾ ഞാൻ നിനക്ക് മുമ്പാകെ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും, ഇതിന് പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവകർത്താവ് ഞാനൊന്ന് അറിയാൻ വേണ്ടി അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിലെ ധനശേഖരവും നിനക്ക് തരുമെന്ന്. അമ്മ ഇത് പ്രാർത്ഥിക്കുന്നു. കാര്യം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ഉടമ്പടിയിലാണ്. പക്ഷേ ഞാൻ വീക്കായിട്ടുള്ള സമയത്തൊക്കെ അമ്മ മതം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് ഉറപ്പിച്ച് പറയുന്നില്ല, അതിനുള്ള മാർഗ്ഗം എന്തെങ്കിലും വരും. അപ്പോൾ എനിക്കറിയാം ലോജിക്കലി മാർഗ്ഗമൊന്നും ഇല്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ചെറിയ ക്ലാസ്സിൽ എപ്പോഴോ എന്തെങ്കിലും പഠിച്ചിരുന്നപ്പം എൻ്റെ പേരിൽ അച്ചാച്ചൻ എടുത്തിരുന്ന മെറ്റ് ലൈഫിൻ്റെ ഒരു പോളിസി അത് തുറന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് അതിൽ അന്ന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറയാണ് ഇങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട്, ഐഡൻറ്റിറ്റി രേഖകളുമായി വന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വന്നു കളക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന എത്രയാണോ അതിനേക്കാൾ കൂടുതലൊരു തുക, ആദ്യം എന്ന് പറഞ്ഞിരുന്നൊരു തുക ആണ് അമ്മ ഇവിടെ കരുതി വെച്ചിരുന്നത്. പിന്നെ അത് കോളേജിൽ നിന്ന് ഉള്ള സമയത്ത് അതിനേക്കാളും തുക കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി മാസത്തിലുള്ള എനിക്ക് വേറെ ഉള്ള ചിലവുകളും എല്ലാം കരുതാൻ വേണ്ടി എന്നുള്ള രീതിയിൽ കരുതി അത് വെച്ചിരുന്നു. അപ്പം പിന്നെ അതുപോലെ ലാസ്റ്റ് എൻ്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം വരുന്നത്. അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ എക്സാമിന് തൊട്ട് മുമ്പ് എല്ലാ സാധനങ്ങളും, അതായത് 3-4 വർഷമായിട്ടൊരു വീട് പോലെ ജീവിക്കുക, എല്ലാമായിട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല. എനിക്ക് ഒരു രീതിയിൽ അത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ച ഒരു സമയം. എല്ലാ ദിവസവും ഇവർ വിളിച്ചിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനത് അമ്മ ഏൽപ്പിച്ചു. ഇവിടെ വന്ന് ബ്ലെസ്സിങ് പ്രെയറും അത് എഴുതിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ സ്ട്രെസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ റൂംമേറ്റായിട്ട് വേറെ കുട്ടിയുണ്ട്. അവളുടെ അവിടെ താമസിക്കുന്നില്ലായിരുന്നു, അവൾക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് അവൾ പുറത്ത് നിൽക്കുക, കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ആ റൂമിൽ വരണം. അപ്പോൾ അങ്ങനെ ഒരാളില്ല, എനിക്ക് റൂംമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനത്തിനുള്ള മാർഗ്ഗം കർത്താവ് തുറന്നു തന്നെ. ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ കോളേജിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുള്ളപ്പോൾ എനിക്ക് മാറേണ്ട എക്സാം വരെ ഒന്ന് നിൽക്കാം, അവളുടെ ഇതിൽ നിൽക്കാം, വേറൊരാളങ്ങോട്ട് വരില്ല. എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ആ അവസ്ഥയിൽ അങ്ങനെ ഇതിൻ്റെ വന്നു. തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു ഒത്തിരി ഇതിൻ്റെ കൊണ്ട്. മാത്രമല്ല അവർ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ സ്ലോ ആണ് പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ പകുതിയിൽ യൂക്കാരിസ്റ്റ് അഡറേഷൻ, അതായത് നിത്യാരാധന തുറന്നു വെച്ചിട്ടാണ് ഈശോയുടെ ഒരു പ്രസൻസ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളൊരു കോപ്പി കാത്തലിക്കാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ കർത്താവ് അങ്ങ് ചെയ്തു തന്നോളൂ. ഞാൻ ഇത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, അവിടെ നിന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ കർത്താവ് മാത്രമല്ല, ഞാനങ്ങ് കരയുന്ന അവസ്ഥയിൽ പെട്ടെന്ന്. പക്ഷേ എൻ്റെ അനിയത്തി, അവൾ ഓൾറെഡി PG കഴിഞ്ഞായിരുന്നു, അവളെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇതെല്ലാം അയച്ചു നിൽക്കുക, ഞാനത് റെഡിയാക്കി തരാം. അവൾ ഇതെല്ലാം റെഡിയാക്കി എനിക്ക് ബാക്കിയാക്കി തന്നു. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ പോലും അല്ലാത്തൊരു ഇൻറ്റേൺ നേരത്തെ കഴിഞ്ഞിട്ട് പോയാണ്. ആ കുട്ടി ഇങ്ങനെ വെറുതെ വന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ സഹായം എടുക്കേണ്ടി വന്നില്ല. ഇതുപോലെ ഇപ്പോഴത്തെ കർത്താവ് ഇരുന്ന് കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തന്നു. വേറെ എക്സാം ബയോസ്റ്റാറ്റിക്സിൻ്റെ ഇങ്ങനെ PGയുടെ ആ 3 വർഷങ്ങളെന്ന് പറയുമ്പം തുടരെ ഇങ്ങനെ കടമ്പകൾ മാത്രമാണ്. പക്ഷെ അതിലെല്ലാം കൂടെ ഇരുന്നിട്ടുണ്ട്. ബയോസ്റ്റാറ്റിൻ്റെ എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ അപ്പുറം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതിനെ ഇത് പാസ്സാക്കിയിട്ടേ പറ്റുള്ളൂ, എനിക്ക് നിവൃത്തിയില്ല, എനിക്കിത് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിൽ എല്ലാ ഇതിനും കൂടെ ഇരുന്ന് ഇതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെ തെറ്റാണെന്നൊക്കെ ഓരോന്നിനും നമുക്ക് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ കാര്യത്തിലും കൂട്ടത്തിലുള്ളൊരു സാന്നിധ്യമാണ്. ഇങ്ങനെ ഇപ്പം ഉടമ്പടി ഉപ്പിൻ്റെ ഇത് മിക്സ് ചെയ്താണ് പറയുന്നത്. പക്ഷേ ക്ഷമിക്കണം, ഞാൻ വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മീൻ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ മീനുകളെല്ലാം പോയി. പക്ഷേ അന്നേരം വിശ്വാസപ്രമാണം ചൊല്ലി ഈ ഉപ്പ് അവിടെ ഇട്ടപ്പോഴത്തേക്കിനും 2-3 ദിവസം കഴിഞ്ഞ് മട പോയി ഇങ്ങനെ പുറത്തേക്ക് ആറ്റിലേക്ക് പോയ മീൻ അവിടേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ശരിക്കും കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള പോലത്തെ ഇതാണ്. ഞങ്ങളുടെ നോയമ്പിൻ്റെ പ്രയറിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പറയും, ഈശോ ഭരണവനും നോമ്പാൽ ഉപവാസത്താലും സൂര്യനെയും ചന്ദ്രനെ വിലക്കി ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്തു തന്നു. അമ്മ ടൈം ധൃതിയിലാക്കേണ്ടപ്പം അതായത് 2021 ബാച്ചിലാണ് ഞാൻ 2022 കയറിയത്. അങ്ങനത്തെ ഷോർട്ടനിങ് ഉണ്ടായിട്ടുണ്ട്. നിർത്തി വെക്കണ്ടേ, ഞാൻ റെഡിയാകുന്ന വരത്തേക്കിനും തീസിസിൻ്റെ ഓരോന്നിൻ്റെ വർക്ക് ഇങ്ങനെ ഓരോന്നും അവിടെ ഹോൾട്ട് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്, ഞാനും കൂടെ റെഡിയാവുന്നവരെ. അങ്ങനെ ഈ ഒരു ബാക്കി എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈശോയുടെയും അമ്മയുടെ ഒരു പ്രസൻസ് ആണ് വിലമതിക്കുന്നത്. അതിൽ തന്നെ തുടരാനാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവത്തിന് ജെറമ്യാ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും.
യേശുവിൽ പ്രിയമുള്ളവരെ, ഡോക്ടർ എൽസമ്മ അമ്മു കോട്ടയത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത്, ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യം പരിശുദ്ധ അമ്മയിൽ സമർപ്പിക്കുന്നുവോ അതമ്മ ഉടനടി സാധിച്ചു തരും. ടൈം ഷോർട്ടണി, സമയം നോക്കാതെ ചുരുക്കി തരുന്നതാണെന്ന് ഈ മോള് നമ്മോട് പറയുക. ഏത് മേഖലയിൽ ചെന്നാലും, പരീക്ഷ മേഖലയിൽ ചെന്നാലും, എവിടെ എത്തിയാലും പരിശുദ്ധമ്മ ഉടമ്പടി എടുത്ത ആൾക്കാരെ ഒരിക്കലും കൈവിടില്ലെന്നാണ് ഈ മോള് നമ്മോട് പറയുന്നത്. അവളുടെ പരീക്ഷയുടെ സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി. അച്ഛൻ പറഞ്ഞു, ധൈര്യമായി പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന്. ആദ്യം പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടേ മറ്റുള്ളവരോട് പറയൂ എന്നാണ് ഈ കുട്ടിയുടെ പരീക്ഷ ടൈമിൽ അമ്മയോട് പറഞ്ഞത്. അമ്മ അതെല്ലാം അതേപടി സാധിച്ചു ഈശോ വഴി. എല്ലാ കാര്യങ്ങളും ഈശോയോടാ പറയുന്നത്. അമ്മ മാതാവ് ചെന്ന് ഈ മോൾ അമ്മയോട് പറയും, അമ്മ ഈശോയോട് പറയും. അത് ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷമേ എന്ത് കാര്യവും തുടങ്ങാറുള്ളെന്ന്. ദിവ്യബലിയുടെ ശക്തി ശേഖരിച്ചുകൊണ്ട് അമ്മ വഴി ഈശോട് കൊടുക്കുന്ന കാര്യം ഒരിക്കലും അമ്മ നഷ്ടപ്പെടുത്തുകയില്ലെന്ന് ഈ മോള് നമ്മോട് പറയുകയാണ്. അതേതെല്ലാം സാമ്പത്തിക മേഖല വന്നപ്പോഴും അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നതാ, അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് പുതിയ വീഞ്ഞാക്കി മാറ്റും, സ്വാദുള്ള വീഞ്ഞാക്കി മാറ്റുമെന്ന് ഈ മോൾക്ക് നല്ല ധൈര്യമാണ്. അമ്മയുടെ കൊടുത്തത് അമ്മ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് ഈ മകൾ വഴി നമ്മോട് പറഞ്ഞു തരികയാണ്. അവൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വൻ കൃപയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ബാബു എന്നാണ്. ഞങ്ങൾ കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. വൈഫിൻ്റെ പേര് മിനി വർഗീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. 2019 ഏപ്രിൽ 24 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യമണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാൽ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. എനിക്ക് അതികഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായി. ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവമാതാവിൻ്റെ തൈലവും ഉണ്ട്. വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിയതിൻ്റെ ഫലമായിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ദൈവമാതാവിന് നന്ദി. കൂടാതെ ഞാൻ റെയിൽവേയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം, എന്നോട് ആര് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട്, സാറേ എങ്ങനെയും ഒരു ടിക്കറ്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അത് ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും ബെർത്തുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ ആയിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് ഉദ്ദേശിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല, ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോന്നു, സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റ് തരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷന് ഞങ്ങളുടെ ഓഫീസർ വന്നു.
ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത്. നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ദൈവമാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിന് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ച് നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ്. പക്ഷേ ഞാൻ കാശ് രൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ കാശ് രൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തിടുകയും അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. വളരെ സൗമനസ്യമായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനം കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ ചെറിയൊരു ശിക്ഷ നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2019 തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കാൻ പൈസയില്ല എന്ന് കൂടുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് അഡ്വാൻസായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ഈ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല, സ്ഥലവും കിട്ടുന്നില്ല. ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പൈസയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ. അപ്പോൾ 1 ലക്ഷം രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു 80,000 രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു. ബാക്കി പൈസ കിട്ടിയില്ല. അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവർക്ക് ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് പണിത് അതിൽ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന കാണാവുന്ന അത്രയും അടുത്ത് ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. അത്രയും കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദൈവമാതാവ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു. അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കൃപകളാണ്. ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ്. അതുകൊണ്ട് ഭൗതിക നിയോഗങ്ങൾ അധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല. ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങളെ ഉയർത്തി. പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു. പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുമ്പസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് 2024
ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ച് അതികഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു. എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പുറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത്. ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് നിയോഗം വെച്ചില്ല. അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാമോ എന്ന് എന്നോട് തന്നെ എൻ്റെ HR മാനേജരും ഞങ്ങളുടെ റീജിയൻ മാനേജരും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ. നല്ല ദൂരമുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല. അപ്പം മാഡം പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല. അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാൻ അധികം ചെയ്ത പരിചയം എനിക്കില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻഡിങ്ങുള്ള നെൽകർഷകരുടെ ഒരു 100ഓളം ലോൺ 100-150ഓളം ലോൺ അപേക്ഷകളാണ്. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല. പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. മാത്രമല്ല ആ 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി. ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി. അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ 200ഓളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഈ 3 മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ 180-180ഓളം അപേക്ഷകൾ ഞങ്ങൾ പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഞാനൊരു ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത്. പ്രത്യേകമായിട്ട് ഓഡിറ്റിംഗ് അതികഠിനമായിരിക്കും. രാത്രി 11 മണി വരെ നമുക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. തുടർച്ചയായ 10ഓളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലയിൻസ് വർക്ക്, ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ്. പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചെന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി. ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് കൊടുക്കാൻ അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട്. കർത്താവിലുള്ള ആശ്രയത്വം എന്നിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റു മക്കളും ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കെന്തെങ്കിലും രോഗബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥയുള്ളിടത്ത് വിശുദ്ധ തൈലം പരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ.
പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാതെ ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം, ഞാൻ ഈ ഇവിടെ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു ദാസിയായി ഞാൻ നിൽക്കുകയാണ്. കർത്താവിനെ വഴി നടത്തണം. എൻ്റെ ബ്രാഞ്ചിനെ കർത്താവാണ് ഭരിക്കുന്നത്, കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാനൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അവരിലേക്ക് ഞാൻ കൃപാസനത്തിലെ പത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പത്രം കൊടുക്കും. ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ കടബാധ്യത മാറും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവെ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട്. എവിടെയാണൊരവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ, അമ്മ ആരാണെന്ന് പറയാൻ, അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും, എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ ഒരു ചെറിയ കാര്യം, എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്നസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടാകും, തല ചുറ്റലുണ്ടാകും, പിന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല, ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല. ഞാനത് മറന്നുപോയി. അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു. ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുന്നിൽ ലോണിന് വരുന്ന മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല, എങ്കിലും ജെന്യുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല. അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയെ അറിയണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഒരു കുട്ടി ആത്മഹത്യ വിളക്കി നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല. അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും, അവൻ അനേകം പേർക്ക് സാക്ഷിയാകും, അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 54-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. നമുക്ക് നീതി ലഭിക്കുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ മിസ്റ്റർ ബാബുവും
വൈഫ് മിനിയും നമ്മോട് ഏറ്റുപറഞ്ഞ പ്രത്യക്ഷീകരണ സാക്ഷ്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതാനുഭവമാണ്. എത്ര ചെറിയ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരെല്ലാ പ്രവൃത്തികളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു പനി, ഹോസ്പിറ്റലിൽ പോകാൻ വളരെ വിദ്യാഭ്യാസമുള്ള ദമ്പതികളാണിവർ. ഒരു ചെറിയ പനി വന്നപ്പോൾ പോലും അവർ ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെയാണ്. നമുക്കിതെല്ലാം ഒരു നല്ല മാതൃകയായി ഏറ്റെടുക്കാം. നമ്മുടെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് നല്ല കാര്യം. പക്ഷേ ഏറ്റവും ആദ്യം നാം ആലോചന ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയോടും സൗഖ്യം പ്രാപിക്കുന്നത് ഈശോയിൽ നിന്നുമാണെന്ന് നാം ഇവിടെ പഠിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വമുള്ള ഈ മകൻ്റെ ഒരു വലിയ ജോലിയിൽ നിന്നും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു നല്ല അഭിഭാഷകയായി ഒരു നല്ല വിധി പ്രസ്താവന നടത്തിയതെന്ന് നാം കേൾക്കുകയുണ്ടായി. അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്കൊരു വലിയ ഡിസ്മിസൽ പ്രോസസ്സ് വരാമായിരുന്ന ഒരു വിധിയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ നൽകിയൊരു പ്രൊട്ടക്ഷൻ, ഒരു വളരെ ടെമ്പറായിട്ടുള്ള ഒരു അധികാരിയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ നൽകിയ ശാന്തത, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അദ്ദേഹത്തിന് വളരെയധികം ലഭിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗവും അതുപോലെ തന്നെ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരെയും പരിശുദ്ധ അമ്മ തൻ്റെ നീലാങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് കാത്തുരക്ഷിക്കുന്ന ഓരോരോ വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ആസ്തി ആവശ്യമാണെന്ന്. നമ്മുടെ ആസ്തി എന്താണെന്ന്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ സുവിശേഷ വേലയുമാണ് നമ്മുടെ ആസ്തി. ഇവരതിനുള്ള ഒരു ഒരുക്കപ്പാട് ചെയ്ത് ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം ഇവരും മക്കളും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ ദശാംശത്തിൽ നിന്ന് അവരൊരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ ഒരു മനോഹരമായൊരു വീട് അവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനെ ഈശോ അവരെ സഹായിച്ചു. ഇവരുടെ ഔദാര്യത്തിൽ നിന്നാണെങ്കിലും അതെല്ലാം ഈശോയുടെ ഒരു വലിയ കൃപയാണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ദമ്പതികളാണ് നമ്മോടിപ്പോൾ സാക്ഷ്യമേറ്റ് പറയുന്നത്. ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മീന മനോഹരമായൊരു സാക്ഷി നമ്മോട് ഏറ്റുപറയുകയുണ്ടായി. തനിക്ക് വളരെ അത്യാവശ്യമായൊരു ട്രാൻസ്ഫർ വേണമായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കുടുംബത്തിൽ എപ്പോഴും ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വർഷമെങ്കിലും ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എത്ര വലിയ ഗവൺമെൻറ് റൂൾ തന്നെയായാലും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി ഇന്ന് നിയമങ്ങൾ മാറ്റുന്ന ഒരുപാട് സാക്ഷ്യത്തിൽ ഒന്ന് മാത്രമാണിത്. വെറും 2 മാസം ജോലി ചെയ്തപ്പോൾ തന്നെ ഈ സഹോദരിക്ക് ഒരു നല്ല ഒരുക്കത്തിനുള്ള ഒരു വലിയ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു വലിയ പ്രാക്ടീസ് നൽകി ഈ മകളെ ഒരു നല്ല സ്ഥലത്തേക്ക് ജോലി മാറ്റം കൊടുത്ത് പരിശുദ്ധ അമ്മ മധ്യസ്ഥം അപേക്ഷിച്ച് സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ളൊരു പദ്ധതി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയായിരുന്നു. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിത രീതി മാത്രമല്ല, നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുടെയും ഈശോ മുന്നിൽ നടക്കുന്ന പരിശുദ്ധ അമ്മ മുന്നിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണെന്ന് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ എല്ലാ ജീവിത പദ്ധതികളെയും പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഓരോ ദിവസവും നാം ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മെ ആശീർവദിക്കുന്നുണ്ട്. നാം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ നിറയാനായി ജോസഫ് അച്ഛൻ നമ്മെ ബ്ലെസ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമുക്ക് ശിരസാ വഹിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഭംഗിയായി ദൈവകൃപ നിറഞ്ഞതായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിറവേറുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ലോൺ പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും വീടില്ലാത്ത മക്കളെയും ഉടമ്പടിയിലേക്ക് വരാൻ മടിച്ചു